1948 ശേഷമുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഒക്ടോബർ 7 ഇസ്രായേൽ നേരിട്ടത്. ഒരു മുന്നൊരുക്കവും ഉണ്ടായിരുന്നില്ല. ഇൻ്റലിജൻസ് എല്ലാം തെറ്റി. സൈന്യം ആകെ വിഭ്രാന്തിയിലായിരുന്നു. നേതാക്കൾ പ്രതികരിച്ചതാണെങ്കിലോ വളരെ മോശം രീതിയിലും. ഇതെങ്ങനെ സംഭവിച്ചെന്ന ഞെട്ടലിലായിരുന്നു രാജ്യം ഒന്നടങ്കം. 1973 യോം കിപ്പൂർ യുദ്ധനാളുകളിൽ അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡ മേയറിൻ്റെ പ്രസ് സെക്രട്ടറി മെറോൺ മെദ്നിസിയുടെ വാക്കുകളാണിത്. ഇസ്രായേൽ ജനത ഇതുപോലെ മാനസികമായി തകർന്നൊരു ചരിത്രസന്ധിയില്ല. അരക്ഷിതത്വവും ഒറ്റപ്പെടലും ഭയപ്പാടും അവരെ ചൂഴ്ന്നു നിൽക്കുന്നു. അതിൻ്റെ സാക്ഷ്യപ്പെടുത്തലായിരുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ആദ്യവാരം ഇസ്രായേൽ ആരോഗ്യമന്ത്രി യൂറിയൽ ബുസോ നടത്തിയ വെളിപ്പെടുത്തൽ. ഒക്ടോബർ 7 ശേഷം 11 മാസം പിന്നിടുമ്പോൾ ഇസ്രായേൽ രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ മാനസികാരോഗ്യ പ്രതിസന്ധിയിലൂടെയാണ് ആ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ മനോരോഗ സംബന്ധമായ മരുന്നുകളുടെ ഡിമാൻഡിൽ 30% വർധനവാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലേറെ കൗതുകമുള്ള കാര്യം, യുദ്ധവുമായി ബന്ധപ്പെട്ട അത്യാഹിതങ്ങളിൽ 35% മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്. ആക്രമണത്തിൽ പ്രിയപ്പെട്ടവരെയും പരിചയവൃന്ദത്തിലുള്ളവരെയും നഷ്ടമായവർ, ഗസയിൽ ബന്ദികളായവരുടെ കുടുംബങ്ങൾ, മാസങ്ങളായി യുദ്ധമുഖത്ത് തുടരുന്ന സൈനികരും അവരുടെ ബന്ധുക്കളും, സ്വസ്ഥമായ ജോലി ഉപേക്ഷിച്ച് യുദ്ധത്തിനിറങ്ങാൻ നിർബന്ധിതരായ റിസർവ് സൈനികർ, ഇതെല്ലാം ഇസ്രായേലിനെ അലട്ടുന്ന വലിയ മാനസിക പ്രശ്നങ്ങളായി മാറിയിരിക്കുന്നു. ഇതിനെല്ലാം മീതെ അന്ത്യമില്ലാത്ത യുദ്ധവും വിപുലമായി കൊണ്ടിരിക്കുന്ന ശത്രുസഖ്യവും, ഏതു നിമിഷവും കൺമുന്നിൽ വന്നു പതിക്കുന്ന റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളുമെല്ലാം അവരെ വലിയൊരു ഭീതി മുനമ്പിൽ നിർത്തിയിരിക്കുകയാണിപ്പോൾ. അന്താരാഷ്ട്ര അനലിറ്റിക്സ് മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് കമ്പനിയായ ഗാലപ്പ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഇസ്രായേലിൽ നടത്തിയൊരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഒക്ടോബർ 7 ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ സർവേയും വെളിപ്പെടുത്തുന്നത് മറ്റൊന്നല്ല. ആക്രമണത്തിന് തൊട്ടടുത്ത നാളുകളിലുണ്ടായ ഞെട്ടലിൽ നിന്നും മാനസിക ആഘാതത്തിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നുമെല്ലാം അവർ മുക്തരായി വരുന്നുണ്ട്. എന്നാൽ ഒക്ടോബർ 7 മുമ്പ് അനുഭവിച്ച മാനസികവും ശാരീരികവുമായ സുരക്ഷിതത്വം ഇപ്പോൾ അവർക്കില്ല. 2 ദശകം മുമ്പ് ഗാലപ്പ് ലോകരാജ്യങ്ങളുടെ മാനസികാരോഗ്യം പരിശോധിക്കാൻ തുടങ്ങിയ ശേഷം ഒരു രാജ്യത്തും ഇത്ര ഭീകരമായ തോതിലുള്ള മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന് സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന പഠന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ ധനകാര്യ മന്ത്രാലയത്തിൽ 30 വർഷത്തോളം സേവനം ചെയ്ത സാമ്പത്തിക വിദഗ്ധൻ ഡേവിഡ് ബ്രോഡറ്റാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത്. യുദ്ധച്ചെലവുകൾക്കിടയിലെ ഒട്ടും യാഥാർത്ഥ്യബോധമോ ദീർഘവീക്ഷണമോ ഇല്ലാത്ത 2 ബജറ്റുകൾ, മാറിയും മറിഞ്ഞുമുള്ള GDP, അതിരൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന തൊഴിൽ രംഗം, കാർഷിക, നിർമ്മാണ, വ്യവസായ, ടൂറിസം, ഊർജ, നിക്ഷേപ രംഗങ്ങൾ, ഇങ്ങനെ ഇസ്രായേൽ പെട്ടുകിടക്കുന്ന വൻ സാമ്പത്തിക കുരുക്ക് സവിസ്തരം വിശകലനം ചെയ്യുന്നുണ്ട് ഈ പഠനത്തിൽ. ഗസയിലെ സൈനിക നീക്കം ഇസ്രായേൽ സാമ്പത്തിക രംഗത്തെ വലിയ തോതിൽ ക്ഷീണിപ്പിച്ചിട്ടുണ്ടെന്നും ഡേവിഡ് ബ്രോഡറ്റ് പറയുന്നു. സാമ്പത്തിക മാന്ദ്യവും വിലക്കയറ്റവും ഭീഷണിയായി മുന്നിലുണ്ട്. റിസർവ് സേനയെ വലിയ തോതിൽ യുദ്ധമുഖത്തേക്ക് അയച്ചതാണ് മറ്റൊരു പ്രതിസന്ധി. ടെക് കമ്പനികളിൽ നിന്നും ടൂറിസം വ്യവസായ രംഗങ്ങളിൽ നിന്നുമെല്ലാമാണ് ഇത്രയും അധികം ജീവനക്കാർ പെട്ടെന്നൊരു നാൾ അപ്രത്യക്ഷരായത്. ഇസ്രായേലിലെ നിർമ്മാണ രംഗത്തെ ഏറ്റവും വലിയ തൊഴിൽ സേനയായിരുന്നു ഫലസ്തീനികൾ. യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ അവർക്ക് വിലക്കേർപ്പെടുത്തിയത് വലിയ തിരിച്ചടിയായി. യുദ്ധഭീതിക്കിടെ തുർക്കി, മോൾഡോവ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും നാടുപിടിച്ചു. ഭക്ഷ്യസുരക്ഷ, മെഡിക്കൽ വ്യവസായ രംഗത്തും തൊഴിലാളി ക്ഷാമം രൂക്ഷമാണ്. ഗസ അതിർത്തിയിലെ പൊട്ടറ്റോ, ക്യാരറ്റ്, ഉള്ളി, തക്കാളി കൃഷിയായിരുന്നു രാജ്യത്തിൻ്റെ പ്രധാന പച്ചക്കറി സ്രോതസ്. പഴങ്ങളും മുട്ടയുമെല്ലാം എത്തിയത് ലബനാൻ അതിർത്തിയിൽ നിന്നും. ഇവിടെയൊന്നും ഇപ്പോൾ പണിയെടുക്കാൻ ആളില്ല. ഇത് വലിയ ഭക്ഷ്യപ്രതിസന്ധി തീർത്തിരിക്കുന്നു. നിരവധി വിമാന കമ്പനികൾ ഇസ്രായേലിലേക്ക് സർവീസ് വെട്ടിക്കുറക്കുകയോ നിരക്ക് വർദ്ധിപ്പിക്കുകയോ ചെയ്തു. ചെങ്കടലിലെ ഹൂതി ഭീഷണിയോടെ കടൽ മാർഗമുള്ള ചരക്കു ഗതാഗതവും അവതാളത്തിലായി. അഷ്കലോണിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ ദൂരത്തുള്ള തമാർ ഗ്യാസ് ഫീൽഡ് ആയിരുന്നു ഇസ്രായേൽ ഇലക്ട്രിക് കമ്പനിയുടെ പ്രധാന ഊർജ്ജ സ്രോതസ്. യുദ്ധം ആരംഭിച്ചതോടെ റോക്കറ്റ് ആക്രമണ ഭീഷണിയെ തുടർന്ന് ഇത് അടച്ചിടേണ്ടി വന്നു. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് വിദേശികളുടെ വരവ് നിലച്ചതോടെ ടൂറിസം മേഖല പാടെ തകർന്നു കിടക്കുകയാണ്. പല ഹോട്ടലുകളും സർക്കാർ ചെലവിൽ ഇസ്രായേലി അഭയാർത്ഥികളെ താമസിപ്പിച്ചായിരുന്നു ഇതുവരെ അതിജീവിച്ചിരുന്നത്. വിനോദസഞ്ചാര മേഖല ചിത്രത്തിൽ തന്നെ ഇല്ലെന്ന് പറയാം. 2023 വളർച്ചാ നിരക്ക് 2% മാത്രമായിരുന്നു ഇസ്രായേലിൽ. 2024 അത് 0.5 ഇടിയുമെന്നാണ് പ്രവചനം. കോവിഡ് കാലത്ത് പോലും ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. യുദ്ധം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ പിടിവിടുമെന്നാണ് ഡേവിഡ് ബ്രോഡറ്റ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനെല്ലാം മുകളിൽ വരുന്നു യുദ്ധച്ചെലവുകൾ. താൽക്കാലിക യുദ്ധമാണെങ്കിൽ ഇത് ഇത്രയും ബാധിക്കില്ലായിരുന്നു. ഇവിടെ അനന്തമായി നീളുന്ന യുദ്ധത്തിനൊപ്പം പ്രതിരോധ ചെലവുകളും എത്രയോ 10 മടങ്ങായി ഉയരുകയാണ്. സ്വാഭാവികമായും നികുതി നിരക്ക് വർദ്ധിപ്പിക്കാനും വിദ്യാഭ്യാസ, ആരോഗ്യ സേവനങ്ങളും ക്ഷേമ പദ്ധതികളുമെല്ലാം വെട്ടിച്ചുരുക്കാനും ഭരണകൂടം നിർബന്ധിതരാകുന്നു. ഒപ്പം പൊതുകടം കുന്നുകൂടുകയും ചെയ്യുന്നു. ഏതു വലിയ ശത്രുവിനെയും എത്ര വലിയ ഭീഷണിയെയും നേരിടാൻ മാത്രം പോന്നതാണ്
IDFിൻ്റെ സൈനിക ശേഷി എന്നാണ് ലോകം മൊത്തം ധരിച്ചു വച്ചിരുന്നത്. അതെല്ലാമാണ് ഒറ്റ ദിവസം കൊണ്ട് ഹമാസ് തകർത്തത്. ആ പ്രതിച്ഛായ നഷ്ടമാണ് രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും ഇസ്രായേലിന് ഏറ്റവും തിരിച്ചടിയായത്. തലയെടുപ്പുള്ള ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ കൊലപ്പെടുത്താനായതിൻ്റെ ആശ്വാസമുണ്ട്. അപ്പോഴും പടിഞ്ഞാറൻ വടക്കൻ ഇസ്രായേൽ നിരന്തരം ആക്രമണ ഭീഷണിയിലാണ്. ഇവിടെ നിന്നെല്ലാം ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്തിരിക്കുന്നു. ഏറ്റവും വലിയ ചോദ്യചിഹ്നം ഗസയിലെ ബന്ദികൾ തന്നെ. ഒരു വർഷം നീളെ സർവ്വശേഷിയും പ്രയോഗിച്ച് സിവിലിയൻ ജനതയെ കൂട്ടക്കുരുതി നടത്തിയിട്ടും ഗസയെ ചുട്ടുചാമ്പലാക്കിയിട്ടും ഹമാസ് പിടിയിലുള്ള സ്വന്തം പൗരന്മാരെ തൊടാൻ പോലുമായില്ല ഇസ്രായേലിന്. ഇതാകട്ടെ ഇസ്രായേലിൽ കത്തുന്ന ജനരോഷത്തിനും അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടിനും കാരണമായി. ഇതിനിടയിൽ 2024 ഒക്ടോബറിൻ്റെ തുടക്കവും മറ്റൊരു നെട്ടലായി. അതീവ സുരക്ഷാ മേഖലയിലുള്ള വ്യോമതാവളങ്ങളും മൊസാദ് ആസ്ഥാനവും ഉൾപ്പെടെയാണ് തുരുതുരാ മിസൈലുകളുമായി ഇറാൻ ആക്രമിച്ചത്. തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടെത്തിയത് 200ഓളം മിസൈലുകളായിരുന്നു. ഗസ, ലബനാൻ, ഇറാൻ, സിറിയ, യമൻ, ഇറാഖ് എന്നിങ്ങനെ ചുറ്റിലും വലിയ ഭീഷണികൾ സർവ്വശക്തിയുമാർജിച്ചു നിൽക്കുന്നു. അവിടങ്ങളിൽ നിന്നെല്ലാം ഇടതടവില്ലാതെ മിസൈൽ റോക്കറ്റ് ആക്രമണ ഭീഷണി നിലനിൽക്കുന്നു. ഒക്ടോബർ 7 അപ്രതീക്ഷിത ആക്രമണത്തിൻ്റെ ആഘാതത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു തിടുക്കപ്പെട്ടു നടത്തിയ യുദ്ധപ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ വേറെയും തിരിച്ചടികൾക്ക് ഇടയാക്കി. ഇസ്രായേലിന് സ്വയം പ്രതിരോധാവകാശമുണ്ടെന്ന് ആവർത്തിക്കുമ്പോഴും അമേരിക്ക പോലും പല ഘട്ടങ്ങളിൽ സ്വരം കടുപ്പിക്കുന്നത് കണ്ടു. ഗസയിലെ കൂട്ടക്കുരുതിയെ US പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും പലപ്പോഴും വിമർശിച്ചു. സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസും നിലപാട് കടുപ്പിച്ചു. ആയുധ വിൽപ്പന നിർത്താൻ വരെ സമ്മർദ്ദം ശക്തമാകുകയാണ്. സഖ്യരാജ്യങ്ങളിലെ ജനവികാരവും ഒട്ടും ഇസ്രായേലിന് അനുകൂലമല്ല. അമേരിക്കൻ, യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ ഉയർന്ന പലസ്തീൻ ഐക്യദാർഢ്യ ടെൻറ്റുകൾ, ഹോളിവുഡിലെ ഉൾപ്പെടെ സെലിബ്രിറ്റികളുടെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളെല്ലാം ഇസ്രായേൽ എപ്പോഴും ഇറക്കാറുള്ള സ്വയം പ്രതിരോധവാദങ്ങളെ പൊളിച്ചു കളഞ്ഞു. മുൻനിര അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഗൂഗിൾ, മെറ്റ, എക്സ് അടങ്ങുന്ന ആഗോള ടെക് കമ്പനികളുമെല്ലാം സെൻസർഷിപ്പ് ഏറ്റെടുത്ത് കൈയച്ച് സഹായിച്ചിട്ടും ഇസ്രായേൽ വിരുദ്ധമായൊരു ആഗോള ജനവികാരമാണ് യുദ്ധാവസാനം ബാക്കിയാകുന്നത്.